സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ കഴിയുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി, അവൻ്റെ മഹത്വം അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ഇവൻ സത്യമായ ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ ദൈവമാണ്. നമ്മുടെ ശിക്ഷയെ വഹിച്ച ദൈവമാണ്. നമ്മുടെ സ്ഥാനത്ത് മരിച്ച ദൈവമാണ്. നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് തൻ്റെ ജീവനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. അതുമാത്രമല്ല, അവൻ മരണത്തിനെയും പിശാചിനെയും പാതാളത്തെയും ജയിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. യേശുക്രിസ്തു ജീവനുള്ളവനാണ്. ഈ ജീവനുള്ളതായ ദൈവത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഒരു തവണ പരിശ്രമിച്ചു നോക്കുക. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നോക്കുക. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു നോക്കുക. എത്രയോ കാര്യങ്ങൾ നാം വിശ്വസിച്ച് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക. ചില പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ എന്തൊക്കെയുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ ആകർഷകരാകുന്നല്ലോ. എന്നാൽ നിങ്ങളോട് സത്യം വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം ആലോചിക്കുന്നത്? നന്മയുണ്ടാകും, പ്രയോജനമുണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്ര ചിലവേറിയതാണെങ്കിലും നിങ്ങൾ വാങ്ങുവാനിടയാകുമല്ലോ. എന്നാൽ ഒരു രൂപ പോലും മുടക്കുകൂടാതെ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ആലോചിക്കുന്നത്? ദയവ് ചെയ്ത് ഈ ദിവസം ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ നാമത്തിൽ അവനോട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. അവൻ സത്യമായ ദൈവമാകുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ രുചിച്ചറിയുവാൻ കഴിയും. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കുടുംബ ജീവിതത്തിൻ്റെ വില എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഭൂമിയിലൊരു വ്യക്തി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം നേരെയായിരിക്കണം. നിനക്ക് എത്രത്തോളം പണമുണ്ടെങ്കിലും എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും നിന്റെ കുടുംബം ശരിയല്ല എങ്കിൽ നിനക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും കാണില്ല. അതുകൊണ്ട് ധനം സമ്പാദിക്കുന്നതിനേക്കാൾ കുടുംബ ജീവിതത്തെ നേരെയാക്കുന്നത്, കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നത് വളരെ അത്യാവശ്യമാകുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ രണ്ടുപേർ ഭാര്യാഭർത്താക്കന്മാരായി ഒരുക്കപ്പെടുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാരാകുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിച്ചു വരാനാണ് ദൈവത്തിൻ്റെ ഹിതം. അവർ മക്കളെയും മക്കളുടെ മക്കളെയും കണ്ടുകൊണ്ട് ആനന്ദിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാതിരിക്കുന്നതും വിവാഹ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് എൽക്കാന. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഹന്ന എന്നാണ്. ഇവിടെ ഹന്നായ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ല. കുടുംബജീവിതത്തിലെ ദൈവം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഉദരഫലം. ബൈബിൾ പറയുന്നു, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാകുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശമാകുന്നുവെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുവാനിടയാകും. വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയെ കാണാം. അവളുടെ പേര് ഹന്ന എന്നാണ്. അവൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. അവൾ ഒരുപാട് വേദനിച്ചിരുന്നു. ദൈവാലയത്തിൽ ചെന്നവൾ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും അവൾക്ക് ഒരു ഉദരഫലം കാണുവാൻ ഭാഗ്യമുണ്ടായില്ല. അവൾ ഈ വിഷയത്താൽ ഒരുപാട് കണ്ണുനീർ കുടിച്ചു. അവളുടെ ഭർത്താവ് ഒരു ദിവസം പറഞ്ഞതായ വാക്കുകൾ, 8-ാം വാക്യം, അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. നീ എന്തിനാണ് കരയുന്നത്? എന്തുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നത്? മക്കളില്ലാത്ത ദുഃഖത്താൽ നീ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടിരിക്കുന്നത്? നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞത് ഒരു ഭർത്താവ് ഇത്രത്തോളം ആശ്വസിപ്പിക്കുകയാണെങ്കിലും അത് കുറച്ച് ആശ്വാസകരമാണ്. എന്നാൽ ഇന്ന് അനേകം ആളുകൾ കുഞ്ഞുങ്ങളില്ലാത്തവരെ അവർ ജീവിതത്തിൽ ആശ്വസിപ്പിക്കുന്നതിന് പകരമായിട്ട്, നിനക്ക് മക്കൾ ജനിക്കില്ല, നിന്നെ എനിക്കതുകൊണ്ട് വേണ്ട,
ഞാൻ വേറെ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന അനേകം പുരുഷന്മാരെ ഇന്ന് കാണുന്നു. ഒരു നിമിഷം ചിന്തിക്കുക, ഉദരഫലം വേണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? പുരുഷനായ നിനക്ക് ഉത്തരവാദിത്തം ഇല്ലയോ? സ്ത്രീയുടെയും പുരുഷന്റെയും സമ്പർക്കം കാരണമാണല്ലോ ഗർഭഫലം ഉണ്ടാകുന്നത്. നിന്നിൽ കുറവുണ്ടോ എന്ന് നീ എപ്പോഴെങ്കിലും പരിശോധിപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നിനക്ക് പ്രാർത്ഥിച്ചുകൂടാ? എപ്പോഴും നിന്റെ ഭാര്യയെ മാത്രം നീ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവൾ ഗർഭം ധരിക്കുകയും ഗർഭം ചുമക്കുകയും കുഞ്ഞിനെ വേദനയോടെ പ്രസവിക്കുകയും ചെയ്യുന്നു. ആ ജോലി ദൈവം അവൾക്ക് കൊടുത്തതാണ്. എങ്കിൽ നിന്റെ ബീജവും ആവശ്യമാണല്ലോ. നീ നിന്റെ ഭാര്യയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഉദരഫലം ഉണ്ടാകുന്നതിനു വേണ്ടി താല്പര്യം കാണിക്കേണ്ടതല്ലേ? ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതല്ലേ? ബൈബിളിൽ മറ്റൊരു വ്യക്തിയെ കാണാം. അവന്റെ പേരാണ് ഇസഹാക്ക്. ഭാര്യയുടെ പേര് റിബേക്ക. റിബേക്കയ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്തു ചെയ്തെന്നറിയാമോ? നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യം നോക്കൂ. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്കു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ കണ്ടില്ലേ, തന്റെ ഭാര്യ മച്ചിയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ അവളെ നിന്ദിക്കുവാനോ അവളെ ഉപേക്ഷിക്കുവാനോ ഇസഹാക്ക് തീരുമാനിച്ചില്ല. എന്നാൽ അവൾക്കു വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ ഗർഭത്തെ തുറക്കുകയും ചെയ്തു. അവൾ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നീയും പ്രാർത്ഥിക്കുക. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ പരിശ്രമം എത്രത്തോളം ഉണ്ടായാലും ദൈവത്തിന്റെ അനുഗ്രഹമില്ല എങ്കിൽ അതിൽ ഫലമുണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉദരഫലം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി, കർത്താവേ, ആ ദാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിക്കുക. അതല്ലാതെ അയ്യോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഈ ഹന്ന കുഞ്ഞുങ്ങളില്ല എന്നുള്ള വിഷമത്താൽ, മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നു എന്നുള്ളതായ സങ്കടത്താൽ, നിരാശയാൽ നിറയുവാനിടയായി. ആഹാരം കഴിക്കുന്നത് ഉപേക്ഷിച്ചു. മനോവ്യസനത്താൽ അവൾ ദുഃഖിച്ച് വേദനിച്ച് കണ്ണുനീരൊഴുക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും കുഞ്ഞുങ്ങളില്ലാത്തതായ പ്രശ്നം അല്ല, എന്നാൽ അനേകം സ്ത്രീകളെ ഏതെങ്കിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വേട്ടയാടാറുണ്ട്. ഞങ്ങൾ അനേകരുടെ വിഷയങ്ങൾ കേൾക്കുന്ന സമയത്ത്, അവർക്കു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല എന്നും എൻ്റെ അമ്മായിയമ്മ എന്നെ വേദനിപ്പിക്കുന്നുവെന്ന് ഉള്ളതായ അനേകം വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. മറ്റു ചില സ്ത്രീകളാണെങ്കിൽ, എൻ്റെ ഭർത്താവ് എന്നെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല, മദ്യപിച്ച് ഇഷ്ടം പോലെ കൂട്ടുകാരുമായിട്ട് നടക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം എന്തായിത്തീരും എന്നുള്ളതായ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരി, നീയും ആ ഒരു അവസ്ഥയിലാണോ? ഏതോ ഒരു ഭാരത്താൽ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? കുഞ്ഞുങ്ങളില്ലാത്തതായ ഭാരത്താൽ, അല്ലെങ്കിൽ മക്കൾ അനുസരിക്കുന്നില്ല എന്ന വിഷമത്താൽ, അതോ നിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതായ ദുഃഖം നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം യേശുക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിന് മാത്രമേ നിന്നെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. ഹന്ന വേദനിക്കുകയാണ്. ദുഃഖത്താൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നു, മനോവ്യസനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഭയം നിന്റെ ജീവിതത്തിൽ നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഭാവിയെക്കുറിച്ചുള്ളതായ ഭീതി നിന്നെ നിരന്തരം വേട്ടയാടുന്നുണ്ടോ? ഇങ്ങനെയുള്ള സമയത്ത് നിന്നെ രക്ഷിക്കുന്നവൻ യേശു മാത്രമാണ്. അവന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക. വേദപുസ്തകം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതുക. എന്താണ് നിങ്ങളുടെ ദുഃഖം? എന്താണ് നിങ്ങളുടെ ആകുലത? അത് വ്യക്തമായിട്ട് എഴുതുക. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? നാളേക്കുള്ളതായ അരിയില്ല, നാളേക്കുള്ള ഗ്യാസ് ഇല്ല, നാളത്തെ കാര്യം എങ്ങനെ നടക്കും എന്നൊക്കെയുള്ളതായ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്, ഭാരപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ പോഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. ആ പക്ഷികളിൽ ഒന്നുപോലും ഒരു നേരം പോലും പട്ടിണി കിടക്കുന്നില്ല. പക്ഷി കൂട്ടിൽ നിന്ന് അതിരാവിലെ തന്നെ പുറപ്പെടും. അത് ആഹാരം സമ്പാദിക്കുന്നതിന് വേണ്ടി പോകും.
വൈകുന്നേരം വരുമ്പോൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ പറയും വയറ് നിറച്ച് ഭക്ഷിച്ചു എന്ന്. നാളത്തേക്കുള്ള ആഹാരം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല എന്ന്. അപ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും നാളത്തെ കാര്യം എൻ്റെ സൃഷ്ടികർത്താവ് നോക്കിക്കൊള്ളുമെന്ന്. സന്തോഷത്തോടുകൂടി അതിന് സംസാരശേഷിയുണ്ടെങ്കിൽ പറയും. അത് ശരിയല്ലേ? പക്ഷികൾ ആഹാരം ഒരിക്കലും കൂട്ടിവെക്കാറില്ല. അതാത് ദിവസത്തിൽ അതിന് ആഹാരം കൊടുക്കുന്ന സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഈ പക്ഷികളെക്കാൾ എത്രയോ ശ്രേഷ്ഠരായ മനുഷ്യരാണ്. നമുക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇടുവാൻ നാം ശീലിക്കേണ്ടതാണ്. നിനക്ക് മക്കളില്ലെന്നും നിനക്ക് ഭർത്താവില്ലെന്നും നിനക്ക് ഭാര്യയില്ലെന്നും നിനക്ക് ആഹാരമില്ലെന്നും നിനക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വിഷയങ്ങളെ ഓർത്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ഇരിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവ കർത്താവിനോട് ചോദിക്കൂ. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നൽകാമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ സ്ത്രീ ദുഃഖത്തോടുകൂടി ആലയത്തിലേക്ക് പോകുന്നു, വരുന്നു, കണ്ണുനീരോടുകൂടി പോകുന്നു, അതുപോലെ തന്നെ വരികയും ചെയ്യുന്നു. നാമമാത്രമായി സഭയിൽ പോകുകയും ആരാധിക്കുകയും വരികയും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം എന്തു ചെയ്തെന്നറിയാമോ? ആ സഹോദരി ദേവാലയത്തിന്റെ അകത്തേക്ക് ചെല്ലാനിടയായി. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കി വെള്ളം പകരുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഹൃദയത്തെ അവൾ പകർന്നു. തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സങ്കടവും ദുഃഖവും വേദനയും എല്ലാം ദൈവസന്നിധിയിൽ പകർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാനിടയായി. എപ്പോഴാണെങ്കിലും നിങ്ങൾ മുഴങ്കാൽ മടക്കി യേശു കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇതെനിക്ക് വഹിക്കാൻ കഴിയുന്നില്ല, ഇതെനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ സഹായിക്കണമേ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു തന്നെ നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുക. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ തന്നെ മുഴങ്കാൽ മടക്കി നിങ്ങളുടെ ചിന്താകുലങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവയെ, അതെന്താണെങ്കിലും ശരി, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, മക്കളില്ലാത്ത കാര്യമാണെങ്കിലും, വീടില്ലാത്ത കാര്യമാണെങ്കിലും, മക്കൾ പഠിക്കാത്തതിൻ്റെ വിഷമമാണെങ്കിലും, മക്കളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തതിൻ്റെ വിഷയമാണെങ്കിലും, കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്ന സങ്കടമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ആ കർത്താവിൻ്റെ സന്നിധിയിൽ വായ തുറന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും പറയുക. ആ യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ പ്രാർത്ഥന അംഗീകരിക്കും. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതായ ദൈവമാണ്. നമുക്ക് വേണ്ടി അവൻ കരുതുന്നവനാണ്. നമുക്ക് വേണ്ടി അവൻ ആലോചിക്കുന്ന ദൈവമാണ്. നമുക്കെങ്ങനെ സഹായം ചെയ്യണം, എങ്ങനെ നമ്മെ വിടുവിക്കണം, എങ്ങനെ നമ്മെ അനുഗ്രഹിക്കണമെന്ന് കർത്താവ് എപ്പോഴും ആലോചിക്കുന്നതായ ദൈവമാണ്. നിങ്ങൾ അപേക്ഷിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ യേശു കർത്താവ്. ഈ ഹന്ന ദേവാലയത്തിൽ കടന്നു ചെന്നു വെള്ളം പകരുന്നത് പോലെ തൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. അവളുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേലിട്ടു. അതെ, നിന്റെ ദുഃഖം എന്താണെങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരുക. നോക്കുക, ഒരു കുടത്തെ കമഴ്ത്തുന്ന സമയത്ത് ആ കുടത്തിലുള്ളത് സകലതും താഴേക്ക് വീഴുന്നത് പോലെ നിന്റെ ഹൃദയത്തിലുള്ളതായ സകല ഭാരങ്ങളും പ്രശ്നങ്ങളും, ആ നിരാശ, ആ ഭാരം, ആ സംശയം, ആ പ്രതികൂലങ്ങൾ എന്താണെങ്കിലും ശരി, അവയെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരുക. എത്ര വലിയ ആശ്വാസം നിനക്ക് ലഭിക്കും, എത്ര വലിയ സമാധാനം നിനക്ക് ലഭിക്കും എന്നത് നീ തന്നെ അനുഭവിച്ച് സാക്ഷ്യം പറയാനിടയാകും. ഹന്ന വെള്ളം പകരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ദുഃഖത്തെ പകർന്നു. എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയാണ് എന്ന് അവൾ പറഞ്ഞു. അതെ, അവളുടെ ഹൃദയത്തിലെ വേദനയെല്ലാം മാറിപ്പോയി. അവൾക്ക് ഉറപ്പുള്ള ഒരു വാഗ്ദത്തം ലഭിച്ചു. അവിടെയുണ്ടായിരുന്ന പുരോഹിതൻ വന്ന് അവളോട് പറഞ്ഞ വാക്കെന്താണെന്ന് കേൾക്കുക. അതിന് ഏലി, സമാധാനത്തോടെ പൊക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൾ സന്തോഷത്തോടുകൂടി കടന്നുപോയി. അടുത്ത വാക്യം പറയുന്നു, സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. കണ്ടില്ലേ? ദുഃഖത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, വേദനയോടുകൂടി, വിലാപത്തോടുകൂടി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. തന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു. തന്റെ സങ്കടമെല്ലാം ദൈവത്തോട് ബോധിപ്പിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം അവൾ വിശ്വസിച്ചു.
ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നവൾ വിശ്വസിച്ചു സന്തോഷത്തോടുകൂടി കടന്നുപോയി. അന്നു മുതൽ അവൾ ആഹാരം കഴിക്കുകയും അവളുടെ മുഖം വാടിയതുമില്ല എന്നും പറയുന്നു. അവൾ ഗർഭം ധരിക്കുകയും നല്ല ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. ആ മകനെ ദൈവത്തിന് സമർപ്പിച്ചേക്കാം എന്ന വാഗ്ദാനമനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്തു. പിന്നീട് 5 സന്തതികളെ ദൈവം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇന്നും നിന്റെ ആവശ്യം ഏതാണെങ്കിലും കർത്താവിനോട് ചോദിക്കുക. ഉദരഫലം വേണമോ? കർത്താവിനോട് ചോദിക്കൂ. ഇരുവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേരും വിവരവും ഞങ്ങളെയും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുവാൻ ഒരുക്കമായിരിക്കുകയാണ്. ഇതാ, അനേകം ആളുകൾ ഈ കാലങ്ങളിൽ മക്കളില്ലാത്ത വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്യുന്നത് കാണുന്നു. ക്രിസ്തുവിനു വേണ്ടി അവർ സാക്ഷികളായി നിൽക്കുന്നു. ഉദരഫലം ദൈവത്തിന്റെ ദാനവും മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലവും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നീയാണ് കാരണമെന്ന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നിന്ദിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ രണ്ടുപേരും യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയാകും. അടുത്ത വർഷം ഒരു നല്ല കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അതെ, ഉദരഫലം ദൈവത്തിന്റെ ദാനമാകുന്നു. മക്കൾ യഹോവയുടെ പ്രതിഫലമാകുന്നു. ഗർഭം അടയ്ക്കുന്നവനും തുറക്കുന്നവനും അവൻ തന്നെയാകുന്നു. നിങ്ങൾ ഫലം കായ്ച്ച് അനുഗ്രഹിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞതായ കർത്താവ് നീ വേദനയോടുകൂടി മക്കളെ പ്രസവിക്കും എന്ന് പറഞ്ഞതായ കർത്താവ് ആ പ്രസവ വേദനയുടെ പ്രതിഫലമായി വലിയൊരു സന്തോഷം നിനക്ക് നൽകുന്നതിനു വേണ്ടി ആ പൈതലിനെ ദൈവം നിനക്ക് നൽകുകയാണ്. ഈ സമയത്ത് പൂർണ്ണമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. മക്കൾ ഇല്ല എന്നുള്ളതായ ചിന്താകുലം മാറ്റിവെക്കുക. കർത്താവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കി നിങ്ങൾ രണ്ടുപേരും ക്രമമായിട്ട് പ്രാർത്ഥിക്കുക. നീ ആശ്രയിച്ചതായ ദൈവം നിനക്ക് ഉത്തരം നൽകി എന്ന് നീ സാക്ഷ്യം പറയേണ്ടതിനു വേണ്ടി നിന്റെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളും അവന്റെ സന്നിധിയിൽ പകരുക. മനോവ്യസനത്താലായിരുന്നതായ ഹന്ന തന്റെ വേദന മുഴുവൻ കർത്താവിങ്കിൽ പകർന്നതായ സമയത്ത് അവളുടെ വ്യസനങ്ങൾ മാറാനിടയായി. അവൾക്ക് ഉദരഫലം ലഭിക്കാനിടയായി. ഒരു പൈതലിനെ ചോദിച്ചപ്പോൾ ദൈവം 6 പൈതങ്ങളെ ദാനമായിട്ട് കൊടുക്കാനിടയായി. നീ ചോദിക്കുന്നതിലും അത്യന്തം പരമായിട്ട് നിനക്ക് നൽകുന്നതായ കർത്താവാണ്. അതുകൊണ്ട് ഈ സമയത്ത് മക്കളില്ലാത്ത വിഷമമാണോ, കടഭാരത്തെക്കുറിച്ചുള്ള ദുഃഖമാണോ, മക്കളുടെ വിവാഹക്കാര്യത്തെക്കുറിച്ചുള്ളതായ വേദനയാണോ, മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളതായ ദുഃഖവും വേദനയുമാണോ, നിന്റെ സ്വന്തം മകൻ ആകസ്മികമായി മരിച്ചുപോയി എന്നുള്ളതായ വേദനയാണോ ഉള്ളത്? എന്താണ് നിന്നെ ആകുലപ്പെടുത്തുന്നത്? ആ ദുഃഖം, ആ വിഷമം ദൈവസന്നിധിയിൽ പകരുക. നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്ന ദൈവമാണവൻ. മനുഷ്യരുടെ മനസ്സിനെ മാറ്റുന്ന ദൈവമാണവൻ. സാഹചര്യങ്ങളെ മാറ്റുന്ന കർത്താവാണവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണവൻ. ഇത്രത്തോളം ഞാൻ യേശുവിനെക്കുറിച്ച് പറയേണ്ടതായ കാര്യമില്ല. നിങ്ങൾ തന്നെ അനുഭവിച്ച് അറിയുക. യേശുവിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതല്ലാതെ വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി കിടക്കയിൽ കിടക്കേണ്ടതായ ആവശ്യം ഇല്ല. നിന്റെ വീട്ടുകാരെ നിരാശപ്പെടുത്തേണ്ടതായ കാര്യം ഇല്ല. നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിത്തീരും? വീട്ടിലെ രക്ഷകർത്താവായിരിക്കുന്ന നീ നിരാശപ്പെട്ടിരുന്നാൽ നിന്റെ കുടുംബക്കാർ എന്തു ചെയ്യും? യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുക. അവന്റെ പേരിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം മാറുന്നതിനു വേണ്ടി കുലം മാറണമെന്നോ മതം മാറണമെന്നോ ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. അതിൽ തെറ്റെന്താണ്? ഒരു തവണ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് നോക്കുക. അവന്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണവൻ. നിങ്ങളുടെ ഹൃദയവേദനകളെ തുടച്ചു മാറ്റുന്നവനാണ്. കാരണം അവൻ നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിൽ വന്ന് പരീക്ഷണത്തിൽ കൂടി പോയി കണ്ണുനീരൊഴുക്കിയവനാണ്. ഒരു മനുഷ്യന് വരാവുന്നതായ സകല കഷ്ടതകളും അനുഭവിച്ച് അതിനെ ജയിച്ചതാണവൻ. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ജയിക്കാനാവശ്യമായ കൃപ നൽകുവാൻ അവൻ മതിയായവനാണ്. നിനക്ക് നിന്ദയുണ്ടോ, അപമാനമുണ്ടോ? യേശുക്രിസ്തുവിനെ എത്രമാത്രം നിന്ദിച്ചെന്നും അവനെ എത്രത്തോളം അപമാനിച്ചെന്നുമുള്ളതായ വിഷയം നിനക്കറിയാമോ? അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വായി തുറക്കാതെയിരുന്നു. അത്രത്തോളം ക്ഷമ കാണിച്ചുകൊണ്ട് അവന്റെ ശക്തിയെ അവൻ വെളിപ്പെടുത്തി. നീയും അവനിൽ വിശ്വാസം അർപ്പിക്കുക. നിന്റെ പക്ഷത്ത് വരുന്നതായ കർത്താവ് നിനക്ക് പകരം സംസാരിച്ച് നിന്റെ ശത്രുവിന്റെ വായെ അടയ്ക്കുവാനിടയാകും. നീ നിരാശപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിന്ദകൾ വന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടതായ കാര്യമില്ല. ഹന്നായ്ക്ക് മക്കളില്ല എന്നുള്ളതായ സങ്കടം ഒരു വശത്ത്,
നിനക്ക് മക്കളുണ്ട്, ഉണ്ടായിരിക്കുന്ന മക്കൾ നിന്നെ നിന്ദിക്കുന്നു എന്നുള്ളതായ സങ്കടം നിന്റെ ജീവിതത്തിലുണ്ട്. നീ നിരാശപ്പെടുന്നു. നീ ഹൃദയവേദന അനുഭവിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നു. എന്നാൽ ഹന്ന ദൈവസന്നിധിയിൽ ചെന്ന സമയത്ത് അവളുടെ സങ്കടം മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൾ പകർന്നതായ സമയത്ത് അവൾക്ക് വലിയ വിടുതൽ കിട്ടാനിടയായി. ദൈവം അവൾക്ക് സന്തതിയെ കൊടുത്ത് അനുഗ്രഹിച്ചു. അന്നു മുതൽ അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. എന്തുകൊണ്ടാണ് നിന്റെ മുഖം എപ്പോഴും വാടിയിരിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു, നമ്മുടെ ശിക്ഷ അവൻ വഹിച്ചു. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടുകൂടി അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയും. ലംഘനം ക്ഷമിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥമായ സന്തോഷം ഉണ്ട്. വെറുതെ പുറമേ ചിരിക്കുന്ന ഒരു സന്തോഷമല്ല, അന്തരംഗത്തിൽ സമാധാനവും സന്തോഷവുമുള്ളവരായിരിക്കും. അങ്ങനെ നിങ്ങൾക്കും നിന്റെ ഹൃദയവേദന എന്താണെങ്കിലും, നിന്റെ ദുഃഖം എന്താണെങ്കിലും, നിന്റെ നിന്ദ ഏതാണെങ്കിലും, നിനക്ക് ഏതെല്ലാം ദുഃഖങ്ങളുണ്ടായാലും മനോവിചാരങ്ങളുണ്ടായാലും പലവിധമായ പ്രശ്നങ്ങളാൽ മാനസികമായി ഭാരപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ തന്നെ കർത്താവിനോട് മനസ്സ് തുറന്ന് നിന്റെ ഭാരങ്ങൾ പറഞ്ഞാൽ അടുത്ത ക്ഷണത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു വിടുതലും സന്തോഷവും സമാധാനവും നിന്റെ മനസ്സിൽ അനുഭവിക്കാം. നിന്റെ സ്വന്തം ശക്തി കൊണ്ട് നീ എത്രത്തോളം പരിശ്രമിച്ചാലും നേടിയെടുക്കാൻ പറ്റാത്തതായ സമാധാനം നിനക്ക് നൽകുന്നതിനു വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ ഒരുമിക്കുക. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് ഈ കാര്യപരിപാടിയെ വീക്ഷിക്കുന്ന എല്ലാ മക്കളോടും കരുണ കാണിക്കണമേ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്നും ഹൃദയവേദനകൾ അറിയുന്ന ദൈവമാണെന്നും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണെന്നും സമാധാനം നൽകുന്നവനാണെന്നും എല്ലാവരും തിരിച്ചറിയേണ്ടതിനു വേണ്ടി അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. രക്ഷിക്കുന്ന നാഥനുണ്ടാകുമ്പോൾ, വിടുവിക്കുന്ന വിമോചകനുണ്ടായിരിക്കുമ്പോൾ, ഇപ്പോഴും നിരാശയാലും ഭാരത്താലുമായിരിക്കുന്ന വ്യക്തികളെ ഒരിക്കൽ കൂടി നീ ഇപ്പോൾ ദർശിക്കണമേ. നിന്റെ നാമത്തിലുള്ളതായ ആശ്വാസവും വലിയ വിടുതലും ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. എനിക്ക് ഉദരഫലമില്ല എന്ന് വിഷമിച്ച് ഭാരപ്പെടുന്നവരെ ഈ സമയം നീ ദർശിക്കുമാറാകണമേ. ആ ഭാര്യ ഭർത്താക്കന്മാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ബലഹീനതകളാണെങ്കിലും അന്ധകാരത്തിന്റെ വ്യാപാരമാണെങ്കിലും അത് ഏതു തടസ്സമാണെങ്കിലും നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉദരഫലം നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല ബന്ധനങ്ങളും ഇപ്പോൾ അഴിക്കുകയാണ് കർത്താവേ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാനിടയായി. എനിക്ക് ദൈവം ഉദരഫലം നൽകുന്നു എന്ന് ഈ മക്കൾ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നിന്റെ അത്ഭുത കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ നീ ചെയ്യുമാറാകണമേ. മക്കളില്ലാത്ത വിഷമത്താലും ഉണ്ടായിരിക്കുന്ന മക്കൾ അനുസരിക്കുന്നില്ല എന്ന സങ്കടത്താലും മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നതായ മാതാപിതാക്കൾ ഏതെല്ലാം ഭാരങ്ങളാണ് അവർക്കുള്ളത്. കർത്താവേ, ഈ സമയം അവരുടെ ദുഃഖത്തെയും ഭാരത്തെയും എല്ലാം നീ മാറ്റിക്കൊടുക്കുമാറാകണമേ. അവരുടെ മക്കളുടെ ഹൃദയങ്ങളിൽ മാറ്റം കൊണ്ടുവരണമേ. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന മക്കൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ മാറ്റം സംഭവിച്ച് മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ. നിരാശയോടുകൂടി, ഭാരത്തോടുകൂടി, ആകുലതയോടുകൂടി ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതില്ല ഇതില്ല എന്ന് പറഞ്ഞ പലതിനെക്കുറിച്ചും ആകുലപ്പെട്ടിരിക്കുന്ന ആളുകളെ അവരുടെ ഹൃദയത്തിൽ സകലതും നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്താൽ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നൽകുന്ന ദൈവമാണ് നീ എന്നുള്ളതായ വലിയ വിശ്വാസം ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ. അവരുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ, നീ നൽകുന്നതായ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സമാധാനം അനുഭവിച്ചെടുക്കുന്നതിനു വേണ്ടി, ഞാൻ ആഗ്രഹിച്ചതിലും അത്യന്തം പരമായി എന്റെ പേർക്ക് കർത്താവ് ചെയ്തു എന്ന സാക്ഷ്യം പറയുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ക്രിയകൾ ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ട സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ, അതായത് നിങ്ങൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ, ഈ സന്ദേശത്തിൽ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നുവെങ്കിൽ, അത്ഭുത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുക. അതുമാത്രമല്ല, ആ വിഷയങ്ങൾ ഞങ്ങളെയും അറിയിക്കുക.
നിങ്ങളുടെ പക്ഷത്തു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കത്തോടെയായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലും സൗഖ്യവും ആനന്ദവും രക്ഷയും ഉണ്ട്. ആകുലതയെ മാറ്റുന്ന ദൈവം അവനായിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ആകുലതകളിൽ നിന്നുള്ളതായ പൂർണ്ണ വിടുതൽ ഉണ്ട്. ഇപ്പോൾ ഉദരഫലം ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾ നിങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ദൈവം ഉദരഫലം നൽകുന്നത് വരെയും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന വർഷം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരിക്കും. ശരി, നിങ്ങളുടെ മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ